എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മറ്റന്നാൾ പ്രതിച്ഛായ ഇറങ്ങുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു ഡിസ്കഷനാണ്. ആക്ച്വലി 2020 തോന്നുന്നു. കൊറോണ എല്ലാം കഴിഞ്ഞിട്ടൊരു ലോക്ക്ഡൗൺ മാറിയൊരു സമയത്താണ് ആദ്യമായിട്ട് സാറിനെ കണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പല കാരണങ്ങളാൽ അത് ആ സമയത്ത് നടന്നില്ല. അങ്ങനെ നീണ്ട് പോയി. സാറും വേറെ തിരക്കിലായിരുന്നു, ഞാനും വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും എന്നാൽ ഇത് ചെയ്താലോ എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ബേസിക്കലി ഇതിനകത്ത് ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു കാര്യമാണ്. അത് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സിനിമയിൽ എപ്പോഴും റിലേഷൻഷിപ്സ് എപ്പോഴും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നന്നായിട്ട് വരിക. എനിക്കിതിനകത്ത് പല റിലേഷൻഷിപ്സിനും നല്ല ഡെപ്ത് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നായകൻ വില്ലൻ റിലേഷൻ ആണെങ്കിലും അച്ഛൻ മകനാണെങ്കിലും ചേട്ടനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് അങ്ങനെ റിലേഷൻഷിപ്സ് നമ്മൾ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്തൊരു കഥയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്താണ്. ഓരോ സീനും നല്ല ക്വാളിറ്റിയിൽ എടുക്കണമെന്ന് സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാ സീനും നല്ല സമയമെടുത്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല സാറും ഗോപാലൻ സാറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയുക, എല്ലാം സിനിമയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവും ഒന്നുമില്ല. അപ്പോൾ സിനിമ പ്രേക്ഷകർക്കും നിങ്ങൾക്കും കണക്ട് ആവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കണക്ട് ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. കാരണം സിനിമകൾ നല്ലത് വരട്ടെ, നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു സമയമാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണിയേട്ടൻ്റെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. 40 വർഷം കഴിഞ്ഞു സിനിമയിൽ. 350 സിനിമ അടുത്തായി. പക്ഷെ ഒരുപാട് രാഷ്ട്രീയക്കാരൻ്റെ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം കിട്ടിയിരിക്കുന്നത്. ഇതുപോലൊരു വേഷം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പിന്നെ സിനിമ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറയുന്നു എന്ന് മാത്രമല്ല, ഫാമിലിയാണ് ശരിക്കും സിനിമ. രാഷ്ട്രീയം അതിൻ്റെ അകത്ത് പറയുന്നു, അതിലൂടെ കടന്നു പോകുന്ന ഫാമിലി സബ്ജക്റ്റാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ക്യാമറ ഗംഭീര ഒരു ക്യാമറാമാനാണ്. പിന്നെ മേക്കിംഗ് ഞാൻ കുറേ പറഞ്ഞില്ല, ഇത്രയും സിനിമകൾ അഭിനയിച്ചെങ്കിലും ഞാൻ ഇതുപോലൊരു ഡയറക്ഷനിൽ ഞാൻ പുണ്യാണ്ടിരുന്നോണ്ട് പറയണല്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കാരണം കുറേ ഡയലോഗുകൾ ഞാനത് പറയാനുള്ള കുറേ ഡയലോഗുകൾ ഞാൻ ബൈഹാർട്ട് പഠിച്ച് വെച്ച് അതെങ്ങനെ ആയിരിക്കും എടുക്കുന്നതെന്ന് ഇത്രയും സിനിമകൾ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാനിങ്ങനെ മനസ്സിലത് പഠിച്ചു വെച്ചു. പക്ഷേ ഉണ്ണിയിരുന്നത് എടുത്ത് വേറൊരു പാറ്റേണിലാണ്. അപ്പം അങ്ങനെ ഞാനത് പഠിച്ചു വെച്ചിൻ്റെ വിഷമം കൊണ്ടല്ല ഞാൻ പറയണത്. അതല്ലാതെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റി. ഭയങ്കരമായിട്ട് അഭിനയിക്കാനും പറ്റി. ഭയങ്കരമായിട്ടും തന്നെ എൻ്റെ കഴിവനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശരിയായോ എന്ന്. പറഞ്ഞു ഓക്കെ. അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് കയറാൻ എനിക്കൊരു ദിവസം എടുക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് അങ്ങനെ കുറേയും കൂടി ഒരു സപ്പോർട്ടോടുകൂടി എല്ലാവരും സപ്പോർട്ട്. ഇപ്പോൾ നിവിനും ഒക്കെ ചെയ്തേക്കുന്നത് ഞാനിപ്പോൾ എഴുതി കൊണ്ട് പറയുന്നതല്ല. നിവിൻ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ. കാരണം അത്ര ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ, ഷറഫുദ്ദീൻ, മേനോൻ സാറിൻ്റെ പ്രത്യേക നമ്മളിതുവരെ കണ്ടിട്ടുള്ള മേനോൻ സാറില്ല, സായികുമാർ, ഷറഫുദ്ദീൻ എല്ലാവരും. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഇതിൻ്റെയൊക്കെ അഭിപ്രായം കണ്ട പ്രേക്ഷകരാണ് അത്. പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളുടെ സപ്പോർട്ടും നന്നായിട്ടുണ്ടായാൽ ഏത് സിനിമയും വിജയിക്കും. ഇതിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് എടുക്കാം. സിനിമയുമായി